ഇറാനിയൻ പുതുവർഷമായ നോറസ് ആഘോഷങ്ങൾക്കിടെ ഇസ്രയേൽ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ശക്തമായ മിസൈൽ ആക്രമണം നടത്തി. ഇറാൻ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളുടെ ഡീറ്റെയിൽസ് ഇവയാണ്. ഒന്നാമതായിട്ട് ഇസ്രയേലിന്റെ പ്രധാന എണ്ണ ശുദ്ധീകരണശാലയായ ഹൈഫയിലെ ബസൻ പ്ലാന്റിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. മിസൈൽ പതിച്ചാണോ അതോ മിസൈലിന്റെ ഇന്റർസെപ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചാണോ എന്നതിൽ ഉറപ്പില്ല. തീപിടുത്തമുണ്ടായിരിക്കുന്നു. രണ്ടാമതായിട്ട് മിസൈൽ അവശിഷ്ടങ്ങൾ വൈദ്യുത നിലയത്തിന് മുകളിൽ പതിച്ചതോടെ ഹൈഫയിലെ ചില ഭാഗങ്ങളിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. മൂന്നാമതായിട്ട് മിസൈൽ അവശിഷ്ടങ്ങൾ വെസ്റ്റ് ബാങ്കിലെ ഒരു ഹെയർ സലോണിൽ പതിച്ച് 3 സ്ത്രീകൾ കൊല്ലപ്പെട്ടു. ഗൾഫ് കൺട്രീസിന് നേരെയുണ്ടായ ആക്രമണങ്ങൾ പരിശോധിക്കാം. മാർച്ച് 20-ന് കുവൈറ്റിലെ മിൻ അൽ അഹമ്മദി റിഫൈനറിക്ക് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടാവുകയും അവിടെ തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തു. മാർച്ച് 20 പുലർച്ചെ, അതായത് ഇന്ന് പുലർച്ചെ UAEക്ക് നേരെ വന്ന ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർത്തു. സൗദി അറേബ്യയിൽ റിയാദിന് മുകളിൽ മിസൈൽ തടയുന്നതിനിടെ ഉണ്ടായ അവശിഷ്ടങ്ങൾ പതിച്ച് 4 താമസക്കാർക്ക് പരിക്കേറ്റു. ജനങ്ങൾ വിമാനയാത്ര ഒഴിവാക്കണമെന്നും വർക്ക് ഫ്രം ഹോം രീതി പിന്തുടരണമെന്നും അന്താരാഷ്ട്ര ഊർജ ഏജൻസിയായ IEA നിർദ്ദേശിച്ചു. ബ്രിട്ടനിൽ സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാനുള്ള കുറഞ്ഞ കാലയളവ് നിലവിലുള്ള 5 വർഷത്തിൽ നിന്ന് 10 വർഷമായി വർദ്ധിപ്പിച്ചു. അതായത് ഇനി മുതൽ ഒരാൾക്ക് ബ്രിട്ടനിൽ സ്ഥിരതാമസമാക്കണമെങ്കിൽ 10 വർഷം അവിടെ ജോലി ചെയ്യുകയോ താമസിക്കുകയോ ചെയ്യേണ്ടി വരും. തൊഴിൽ വിസയിൽ അഥവാ വർക്ക് വിസയിൽ എത്തുന്നവർക്ക് തങ്ങളുടെ പങ്കാളിയെയും കുട്ടികളെയും കൂടെ കൊണ്ടുവരുന്നതിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കെയർ സെക്ടറിൽ ജോലി ചെയ്യുന്നവർക്ക് തങ്ങളുടെ കുടുംബത്തെ കൊണ്ടുവരാനുള്ള അനുമതി നേരത്തെ തന്നെ നീക്കം ചെയ്തിരുന്നു. അത് ഇനി കർശനമായി തന്നെ തുടരും. വിദേശത്ത് നിന്ന് തൊഴിലാളികളെ കൊണ്ടുവരുന്നതിന് കമ്പനികൾ നൽകേണ്ട കുറഞ്ഞ ശമ്പള നിരക്ക് വർദ്ധിപ്പിച്ചു. ഇത് കുറഞ്ഞ ശമ്പളമുള്ള ജോലികൾക്കായി ആളുകൾ ബ്രിട്ടനിലേക്ക് വരുന്നത് തടയാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ഈ നിയമം ബ്രിട്ടീഷ് ആണെന്ന് ആരോപിച്ച് ഭരണകക്ഷിയായ ലേബർ പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം MPമാർ ഇതിനകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഏകദേശം 100ഓളം MPമാരാണ് ഈ തീരുമാനത്തിനെതിരെ രംഗത്തെത്തിയിട്ടുള്ളത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചിത്രം പതിപ്പിച്ച സ്വർണ്ണ നാണയങ്ങൾക്ക് US പാനൽ അംഗീകാരം നൽകി. നറല്ല അതിതീവ്ര ചുഴലിക്കാറ്റ് ഇന്ന് ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലൻഡ് തീരത്ത് ആഞ്ഞടിച്ചു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം കുറയ്ക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാൻ, ജോർഡൻ, ഫ്രാൻസ്, മലേഷ്യ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായി ചർച്ച നടത്തി. ഖത്തറിലെ ഗ്യാസ് പ്ലാന്റിന് നേരെയുണ്ടായ ആക്രമണം കാരണം ഇന്ത്യയിലേക്കുള്ള ഇന്ധന വരവ് 17% കുറഞ്ഞു. ഇത് പരിഹരിക്കാൻ കൽക്കരി നിലയങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സർക്കാർ ആലോചിക്കുന്നു. ഗ്യാസ് ക്ഷാമം കാരണം വൈദ്യുതി ഉൽപ്പാദനം കുറയാൻ സാധ്യതയുള്ളതിനാൽ വൈകുന്നേരം 6 മണി മുതൽ 10 മണി വരെ വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കാൻ KEB നിർദ്ദേശിച്ചു.